മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഏറെ സ്നേഹമുള്ള പീറ്റർ അച്ഛ, മറ്റ് അച്ഛന്മാരെ, ഏറെ സ്നേഹമുള്ളവരെ, 7 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു UK സന്ദർശനത്തിന് പോയി. അവിടെ ബോൺമൗത്ത് എന്ന ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ദിവസവും പ്രഭാതത്തിൽ ബലിയർപ്പിക്കാൻ പോയിരുന്നത് ഒരു മഠത്തിനോട് ചേർന്നുള്ള ഒരു ചെറിയ ദേവാലയത്തിലാണ്. നിങ്ങൾക്കറിയാം, കുറേ പേര് അവിടെയൊക്കെ പോയിട്ടുള്ളവരാണ്. അവിടെ കുറേ വലിയ ദേവാലയങ്ങളൊക്കെയുണ്ട്. ഒരു ദിവസം എൻ്റെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ ദേവാലയത്തിൻ്റെ ആ മുൻഭാഗത്ത് തന്നെ, ആനവാതിലിനോട് ചേർന്ന് തന്നെ ഒരു നല്ലൊരു മുറി ക്രമീകരിച്ചിട്ടുണ്ട്. ദേവാലയത്തിനകത്ത് തന്നെ ഒരു തിരിച്ചൊരു മുറി. ആ മുറിയുടെ വാതിൽക്കൽ ഒരു വാചകം എഴുതി വെച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വാചകം ഇങ്ങനെയാണ്: ഹീറ്റിംഗ് പവർ പ്ലാന്റ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഹീറ്റിംഗ് പവർ പ്ലാന്റ്. അപ്പോൾ നമുക്കറിയാം, അവിടെയൊക്കെ പോകുന്നവർക്ക് ആ സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പ് അനുഭവപ്പെടും. അതുകൊണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും എല്ലായിടങ്ങളിലും രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഹീറ്റിംഗ് സംവിധാനങ്ങൾ എല്ലായിടത്തും ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. അതെനിക്കറിയാൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുമുണ്ട്. അപ്പം ഞാൻ ഹീറ്റിംഗ് പവർ പ്ലാന്റ് എന്ന് വായിച്ചപ്പോൾ അല്പം കൗതുകം തോന്നി. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഏതാനും കോളേജിൽ പഠിക്കുന്ന യുവാക്കന്മാർ തന്നെയാണ്, ഒരു 6-7 പേര്. അവരിങ്ങനെ നടന്നു പോകുന്ന വഴി അവരും ഇത് വായിച്ചു. അവർ വായിക്കുന്ന സമയത്ത് ആ ദേവാലയത്തിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്നൊരു മലയാളി വൈദികൻ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇവർ ചോദിക്കുകയാണ് അച്ഛനോട്, ഹീറ്റിംഗ് പവർ പ്ലാന്റ് എന്താണെന്ന് ചോദിക്കുകയാണ്. അത് ആധുനിക ക്രമീകരണങ്ങളാണോ എന്നറിയാനുള്ള കൗതുകത്തോടെയാണ് അവർ ചോദിക്കുന്നത്. ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് കുട്ടികൾ ആരാഞ്ഞു. അപ്പം അച്ഛൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ പവർ പ്ലാന്റ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് ഈ പവർ പ്ലാന്റ് എന്നറിയാനായിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്ലീസ് കം വിത്ത് മീ എന്ന് പറയാണ്. അച്ഛനോട് കൂടെ ചെല്ലാൻ പറയാണ്. അങ്ങനെ അച്ഛനോടുകൂടെ ഈ 6-7 ചെറുപ്പക്കാരും കൂട്ടത്തിൽ ഞാനും അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. അച്ഛൻ ആ മുറിയുടെ വാതിൽ തുറന്ന് ഞങ്ങളോട് പറഞ്ഞു, ദിസ് ഈസ് അവർ ഹീറ്റിംഗ് പവർ പ്ലാന്റ്. ഞങ്ങൾ നോക്കിയപ്പോൾ ആ മുറിയുടെ അകത്തും പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് 6-7 ചെറുപ്പക്കാർ ആ അരുളിക്കായുടെ മുൻപിൽ മുട്ടുകുത്തി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതാണ് അച്ഛൻ പറഞ്ഞത്, ദിസ് ഈസ് അവർ ഹീറ്റിംഗ് പവർ പ്ലാന്റ് എന്ന്. സ്നേഹമുള്ളവർ, ഞാനിത് പറഞ്ഞത് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്നും ദൈവം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഈശോ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും തരുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും വലിയ ധ്യാന കേന്ദ്രങ്ങളിലും കൺവെൻഷനുകളിലുമൊക്കെ പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാ അഭിഷേക പ്രാർത്ഥന നടത്തുന്ന കൂട്ടത്തിലൊക്കെ
ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അങ്ങനെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാകും. അങ്ങനെ ചിന്തിച്ച് കൊണ്ട് ഞാൻ വാസ്തവത്തിൽ എന്ത് പറയണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഏതാനും ചിന്തകൾ നീ പകർന്നു കൊടുക്കുക. ഏതാനും ചിന്തകൾ, വലിയ ഗഹനമായിട്ടുള്ള ദൈവശാസ്ത്ര ചിന്തകളൊന്നുമല്ല. വിശുദ്ധ പാദ്രി പിയോ, നമ്മളൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ്. പാദ്രി പിയോ കുർബാനയെക്കുറിച്ചൊക്കെ പറയുന്നത്, സൂര്യൻ ഉദിക്കാത്ത ഒരു ദിവസം എൻ്റെ ഭാവനയിൽ ഇല്ലെങ്കിലും എനിക്ക് ഓർക്കാൻ കഴിയും. അതേസമയം വിശുദ്ധ കുർബാനയില്ലാത്തൊരു ദിവസം എൻ്റെ ഭാവനയിൽ പോലും എനിക്ക് ഓർക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയില്ലാത്ത ദിവസം എനിക്ക്, നമ്മൾ സാധാരണ ഭാഷയിൽ പറയില്ലേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാണ് പാദ്രി പിയോ പറഞ്ഞു വെച്ചതിൻ്റെ പൊരുള്. നമ്മുടെ സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലെയുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും നമ്മളത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കഴിഞ്ഞ് വൈദികൻ പ്രാർത്ഥിക്കും, വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അതൊരു മുന്നറിയിപ്പ് പോലെയാണ്. ആ പ്രാർത്ഥനയുടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ കുർബാന ജനത്തെ വിശുദ്ധീകരിച്ച് വിശുദ്ധനും വിശുദ്ധയുമാക്കാനുള്ളതാണ്. പൗലോസ് ശ്ലീഹ എഫെസൂസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം വിശുദ്ധീകരണമാണെങ്കിൽ, വിശുദ്ധി പ്രാപിക്കലാണെങ്കിൽ, വിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള വിശുദ്ധീകരണമാണ്. ചുരുക്കത്തിൽ വിശുദ്ധ കുർബാന കൂടാതെ ആർക്കും വിശുദ്ധനാകാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും. പൗലോസ് ശ്ലീഹ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണ്, ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ഉള്ളിൽ ദൈവം വസിക്കുകയാണ്. അതാണ് ദൈവികത. നമ്മൾ വിശുദ്ധി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് വിശുദ്ധി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയാണ് വിശുദ്ധി എന്ന് പറയുക. മനുഷ്യനിൽ ദൈവം വസിക്കുന്നു. ഒരു ലളിതമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മരിച്ചുപോയ തുങ്കിഴി പിതാവിനെ നമ്മളൊന്ന് എടുക്കുക. നമ്മൾ തുങ്കിഴി പിതാവിനെ ഒത്തിരി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന പിതാവാണ്. പിതാവ് ഒത്തിരിയേറെ, നമ്മൾ ആര് ചെന്നാലും വളരെ പുഞ്ചിരിയോടുകൂടി ശാന്തമായി, വളരെ സുസ്മേരവദനായിട്ടൊക്കെ സംസാരിക്കും, വളരെ ശാന്തമായിട്ട്. യാതൊരു തരത്തിലുള്ള ബഹളോ തിക്കുനിരക്കും പിതാവിൻ്റെ ജീവിതത്തിലില്ല, പിതാവിൻ്റെ പ്രവർത്തനങ്ങളില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്, ശാന്തനായിട്ടുള്ളൊരു പിതാവ്, പുഞ്ചിരിക്കുന്നൊരു പിതാവ്, നമ്മളോടൊക്കെ വളരെ സിമ്പിളായിട്ട് സംസാരിക്കുന്ന പിതാവ്. നമ്മൾ സാധാരണ എന്താ പറയുക അങ്ങനെയുള്ള വ്യക്തികളെ? ഒരു വിശുദ്ധനായിട്ടുള്ള വ്യക്തി. അത് വൈദികനായാലും സിസ്റ്ററായാലും ആത്മായനായാലും എല്ലാവരെയും അങ്ങനെ തന്നെ പറയുക, ഒരു വിശുദ്ധനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുക. അതാണ് മനുഷ്യനിൽ ദൈവം വസിക്കുന്നു. ആ വിശുദ്ധി, നമ്മിലുള്ള ദൈവീകതയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ
ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയോട് നന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരിക്കലും നമ്മൾ സാധാരണ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. ദൈവമല്ല നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. ദൈവമല്ല നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മളാണ് ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കുക, ചരിത്ര ആതീത കാലം മുതൽ തന്നെ ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ആദ്യ മാതാപിതാക്കന്മാരെ മാത്രം ഒന്ന് എടുത്താൽ മതി. ഉദാഹരണത്തിന് അവരോട് ഒന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഏദൻ തോട്ടത്തിൽ ഒരു വൃക്ഷത്തിലെ പഴം മാത്രം ഭക്ഷിക്കരുതെന്നാണ് പറഞ്ഞത്. ഒത്തിരിയേറെ പഴങ്ങളുണ്ട്, രുചികരമായിട്ടുള്ള പഴങ്ങൾ എല്ലാ തോട്ടത്തിലും ധാരാളമുണ്ട്. അതിൽ ഒരു വൃക്ഷത്തിൻ്റെ പഴം കഴിക്കരുത്. ആദിപിതാക്കൾക്ക് പ്രലോഭനങ്ങൾ ജനിക്കുകയാണ്. അത് കഴിച്ചാൽ എന്താ പ്രശ്നം? കൂട്ടത്തിൽ ശക്തിപ്പെടുത്താൻ പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങൾ കടന്നു വരികയാണ്. നീ അത് കഴിച്ചോ. അത് നീ കഴിച്ചാൽ നീ ദൈവത്തെ പോലെയാകും. നിന്നെ പറ്റിക്കാൻ വേണ്ടി ദൈവം അങ്ങനെ പറയുന്നതാ, നീ കഴിച്ചോ. അങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളുടെ ഒരു തള്ളല് ആദിപിതാക്കൾ അവിടെ സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അനുഭവപ്പെടുകയാണ്. അതിലവർ വീണു പോവുകയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ആ തോട്ടത്തിൽ നിന്നും അവർ ആട്ടി പുറത്താക്കപ്പെട്ടു, പുറത്തു പോകേണ്ടതായിട്ട് വന്നു. ഇതുപോലെ സമ്പത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും പ്രലോഭനങ്ങൾ കടന്നു വരും. യൂദാസിന് സംഭവിച്ചില്ലേ? 30 വെള്ളിക്കാശ് കൊണ്ട് ആയുസ് മുഴുവൻ ജീവിക്കാനോ തീർക്കാനോ സാധിക്കുമോ? ഇല്ല. ആ 30 വെള്ളിക്കാശ് കണ്ടപ്പോൾ അതിൽ ശക്തമായിട്ടുള്ളൊരു പൈശാചിക ശക്തി അവൻ്റെ മേൽ കടന്നു വരികയാണ്. ആ യൂദാസിൻ്റെ ആ 30 വെള്ളിക്കാശിനോടുള്ള അമിതമായിട്ടുള്ള പ്രതിപത്തി, ആഗ്രഹം, ആ ശക്തമായിട്ടുള്ള പ്രലോഭനങ്ങൾക്ക് ആ യൂദാസ് അടിമപ്പെട്ടപ്പോൾ ആ യൂദാസിൻ്റെ അന്ത്യവും അതിദയനീയമായിരുന്നു എന്ന് നമുക്കറിയാം. ഇനി സൗകര്യങ്ങളുടെ രൂപത്തിൽ പിശാചിൻ്റെ പ്രലോഭനങ്ങൾ നേരിടേണ്ടതായിട്ടൊക്കെ വരും നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമ ഒത്തിരിയേറെ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ളതാണ്. ആ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എന്തുമാത്രം സൗകര്യങ്ങളോടെ സുഖങ്ങളോടെ ജീവിച്ച ആ പുത്രൻ തനിക്ക് അവകാശപ്പെട്ടതൊക്കെ വാങ്ങി അപ്പനോട് ഒത്തിരിയേറെ ഒരു പക്ഷെ കയർത്ത് അവകാശപ്പെട്ടതൊക്കെ വാങ്ങി വചനം പറയുന്നത് അങ്ങ് ദൂരദേശത്തേക്ക് പോയി. ആ പ്രലോഭനങ്ങൾ അവനെ ദൂരദേശത്തേക്ക് വിട്ടു. അങ്ങനെ അവിടെയൊക്കെ അവന് സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ അപ്പനിൽ നിന്ന് വാങ്ങിച്ച അവകാശമൊക്കെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ അവസാനിച്ചു. പിന്നീട് അവൻ്റെ കഷ്ടപ്പാടുകൾ തുടങ്ങി. അവൻ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ തിരിച്ചു പോവുകയാണെന്നുള്ള ചിന്ത അവനിൽ പിന്നീട് വരികയാണ്. അങ്ങനെ അവൻ തിരിച്ചു വരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, എപ്പോഴൊക്കെ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയോ അവിടെയൊക്കെ അവൻ്റെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ, വലിയ കഷ്ടപ്പാടുകൾ ഒക്കെ അനുഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും സംഭവിക്കുന്നത്. ഇത് തന്നെയാണ്. ആ ദൈവീകത നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചകൾ, വലിയ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ശക്തി നൽകുന്ന ആ കൂദാശ പരിശുദ്ധ കുർബാന തന്നെയാണ്. ഏറ്റവും ശക്തി നൽകുന്ന കൂദാശ
അത് പരിശുദ്ധ കുർബാന തന്നെയാണ്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഒത്തിരിയേറെ വായിച്ചിട്ടുണ്ടാകും. ഒരു പക്ഷേ അധോനിയ, സോളമൻ അവരുടെ രാജാക്കന്മാരുടെ യുദ്ധത്തെക്കുറിച്ച് രണ്ടുപേരും യുദ്ധത്തിന് സന്നാഹങ്ങൾ ഒരുക്കുകയാണ്. അധോനിയ രാജാവിന് കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളോ കാര്യമായിട്ടുള്ള സന്നാഹങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതേസമയം സോളമന് ധാരാളം സന്നാഹങ്ങളും സൗകര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം കൊടുമിരി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അധോനിയ തോൽക്കുമെന്ന നിലപാടെത്തിയപ്പോൾ അദ്ദേഹം ഓടി ദേവാലയത്തിൻ്റെ പ്രധാന കവാടം തള്ളി തുറന്ന് ഓടിച്ചെന്ന് അൾത്താരയുടെ വളർക്കോണിൽ പിടിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. വളർക്കോൺ എന്ന് പറയുന്നത് ബലിപീഠത്തിന് മുകളിൽ പണ്ടൊക്കെ ബലിമൃഗങ്ങളെ ബലി ചെയ്യാൻ വേണ്ടി ഒരുക്കുന്നൊരു പീഠമാണ്. ആ വളർക്കോണിൽ പിടിച്ചാൽ പാരമ്പര്യമനുസരിച്ച് അവനെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അധോനിയ ആ വളർക്കോണിൽ പിടിച്ചപ്പോൾ അവൻ രക്ഷപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമത്തിൽ ഈ ഒരു വചനഭാഗം തരുന്ന ഒരു ചിന്ത, നമ്മൾ എപ്പോഴൊക്കെ ബലിപീഠത്തിൽ നിന്ന് പിടിവിടുന്നു അപ്പോഴൊക്കെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട്. എത്ര കഴിവുള്ളവനാണെങ്കിലും, എത്ര ഉന്നതനാണെങ്കിലും, എത്ര വലിയ രീതിയിൽ സൗകര്യങ്ങളിൽ ജീവിക്കുന്നവനാണെങ്കിലും, ഏതവസ്ഥയിൽ ജീവിക്കുന്നവനാണെങ്കിലും, എപ്പോഴൊക്കെ ബലിയിൽ നിന്ന് പിടിവിടുന്നോ അവരൊക്കെ വീണു പോയിട്ടുണ്ട്. അതാണ് ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന ചിന്തകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും തള്ളിപ്പറഞ്ഞവരുടെയും കൈകളിലേക്ക് മുറിച്ചു കൊടുക്കുന്ന കുർബാന, ആ കുർബാനയാണ് ഏറ്റവും വലിയ ശക്തി. ആ കുർബാന മേശയിൽ നിന്ന് അല്ലെങ്കിൽ അൾത്താരയിൽ നിന്ന് നമ്മളൊക്കെ എന്ന് മാറി നിൽക്കുന്നു. അപ്പോഴൊക്കെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ, അതൊരു വൈദികനല്ല, ഒരു സന്യാസിയല്ല, ആരാണെങ്കിലും ആ ബലിപീഠത്തിൽ നിന്ന് പിടിവിടുമ്പോൾ അവൻ ജീവിതത്തിൽ വലിയ തകർച്ചയിൽ, വലിയ വീഴ്ചകൾ അവന് സംഭവിക്കും. അതാണ് ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ബലിപീഠത്തെ ചേർന്ന് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ വളരെ സുപരിചിതനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ്, അദ്ദേഹം എൻ്റെ ഒരു തറവാട്ട് യോഗത്തിന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന അവസരത്തിൽ അദ്ദേഹം ഞങ്ങളുടെ തറവാട്ടുകാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ ജീവിതത്തിൽ പാഴായ ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുള്ള ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ പാഴായ ദിവസമെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിരുന്നു. അദ്ദേഹം സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരുന്നപ്പോൾ 4 പേര് ഒരുമിച്ചാണ് അവർ റിട്ടയർ ചെയ്തത്. ആ 4 പേരിലും അദ്ദേഹം പറയുന്ന ഏറ്റവും കൂടുതൽ കേസുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ കുര്യൻ ജോസഫാണ്. അദ്ദേഹം ദിവസവും 3-4 ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഞങ്ങളുടെ കുടുംബ തറവാട്ടി യോഗത്തിന് വന്നപ്പോൾ, ഉദ്ഘാടനത്തിന് വന്ന ആള് അന്ന് വിശുദ്ധ കുർബാനയോടുകൂടി സമ്മേളനം തുടങ്ങുന്ന ആ മീറ്റിങ്ങിൽ നേരത്തെ വന്നു. അന്ന് അദ്ദേഹം പാലാരിവട്ടത്തായിരുന്നു ഞങ്ങളുടെ തറവാട്ടി യോഗം. അവിടെ നടന്ന കുർബാനയിൽ അദ്ദേഹമാണ് കുർബാനയ്ക്ക് കൂടിയത്. അതും ഞങ്ങൾക്കൊരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. അപ്പം അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ആ വിശുദ്ധ കുർബാനയുടെ ശക്തി അത്രമാത്രം ഇന്നും ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത്, നമ്മളിപ്പോൾ അവധിക്കാലമാണ്. നമ്മുടെ കുഞ്ഞുമക്കളോട്, പേരക്കുട്ടികളോട്, നമ്മുടെ മക്കളോട്
ഞാൻ പറയാം, ഇത് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുർബാനയുടെ പ്രസക്തിയെക്കുറിച്ച്, കുർബാനയിൽ പങ്കെടുക്കേണ്ട ആവശ്യതയെക്കുറിച്ചൊക്കെ ഞാൻ പറയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന് എല്ലാ പള്ളികളിലും വിശുദ്ധ ഈ കുർബാന സ്വീകരണത്തിന് ഒരുക്കമുള്ള ക്ലാസ്സുകൾ നടക്കുകയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഈസ്റ്റർ വരേക്ക് എല്ലാ പള്ളികളിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട്. മുടങ്ങാതെ 50 ദിവസം പള്ളി വന്നാൽ ടൂറ് കൊണ്ടുപോകും. 50 ദിവസം പള്ളി വന്നാൽ ടൂറ് കൊണ്ടുപോകും. ഞാനാലോചിക്കും, നെല്ലിക്കക്കൊട്ട കമ്പി പോലെ എന്തുമാത്രം പിള്ളേരാ പള്ളിയിലേക്ക് കുർബാനയ്ക്ക് വരണേ. ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, ഒറ്റെണ്ണത്തിനെ കാണാനില്ല. കാരണം ഈസ്റ്റർ വരെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതുവരെ 50 ദിവസം കുർബാനയ്ക്ക് വന്ന അവന് ടൂറുണ്ട്. ഇപ്പോൾ അവന് കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ അവന് ടൂറിൻ്റെ ആനുകൂല്യമുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ വരാത്തത്? ഞാൻ പറയാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം, പല ആവർത്തി നമ്മൾ പറഞ്ഞു കൊടുക്കണം. പണ്ട് ഇവിടെ മുതിർന്ന കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം, പണ്ട് നമ്മുടെ കാരണന്മാരൊക്കെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. ഈ നാളെ കുർബാനയ്ക്ക് പോയിക്കൊള്ളൂ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുടങ്ങാതെ പോയിക്കൊള്ളണം, എല്ലാ ദിവസവും പോയിക്കൊള്ളണം. അങ്ങനെ ചില ടൈം ടേബിളുകളൊക്കെ മാതാപിതാക്കന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഇന്ന് അങ്ങനെ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ കുർബാനയ്ക്ക് വരുന്നില്ല? എത്ര സമയം ഈ 2-2.5 മാസം കുട്ടികൾക്ക് അവധി കിട്ടിയിട്ട് കുട്ടികൾ എന്തുകൊണ്ട് പള്ളിയിൽ വരുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട വലിയൊരു വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് ബലിയിൽ വിശുദ്ധ കുർബാനയുടെ ശക്തിക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. വിശുദ്ധ കുർബാനയുടെ ശക്തിക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിനാണ് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പങ്കെടുക്കുന്ന നമ്മുടെ വിശ്വാസത്തിനാണ് കോട്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ക്ലാര പുണ്യവതി മഠത്തിലായിരിക്കുന്ന അവസരത്തിൽ മഠം ആക്രമിക്കാൻ ഒരു ആക്രമി വന്നപ്പോൾ ക്ലാര പുണ്യവതി അരുളിക്കയെടുത്ത് ആ ആക്രമിയുടെ നേരെ പിടിച്ചപ്പോൾ ആ ആക്രമിക്കാൻ വന്ന ആ ആൾ ഓടിപ്പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പരിശുദ്ധ കുർബാനയുടെ ശക്തി. ഈ അടുത്ത കാലത്ത് വിശുദ്ധനാക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായ ഒരു സഹോദരൻ്റെ അടുത്ത് ഒരു തവണ പോയി ഒന്ന് മാനസാന്തരപ്പെടുത്താൻ വേണ്ടി പോയി സംസാരിച്ചു. മണിക്കൂറുകളോളം സംസാരിച്ചു. ഒരു രക്ഷയും കിട്ടിയില്ല, തിരിച്ചു പോന്നു. വേറൊരു ദിവസം രണ്ടാമതും ഒരുങ്ങി ഫുൾട്ടൻ ജഷീൻ ആ മനുഷ്യൻ്റെ അടുത്ത് വീണ്ടും പോയി സംസാരിച്ചു മണിക്കൂറുകളോളം. എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. പിന്നീട് ഫുൾട്ടൻ ജഷീൻ വിചാരിച്ചു, ഞാൻ വിശുദ്ധ കുർബാനയും കൊണ്ട് ആ മനുഷ്യൻ്റെ അടുത്തേക്കൊന്ന് പോകട്ടെ, ഒന്നും കൂടി സംസാരിക്കാൻ. അത്ഭുതകരമായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം പരിശുദ്ധ കുർബാനയും എടുത്തുകൊണ്ട് ഫുൾട്ടൻ ജഷീൻ പോയപ്പോൾ മണിക്കൂറുകളോളം സംസാരിച്ച് ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ടു. വർഷങ്ങളോളം ശക്തനായിട്ടുള്ള നിരീശ്വരവാദിയായിട്ട് കഴിഞ്ഞ മനുഷ്യൻ വിശുദ്ധ കുർബാനയൊന്നും സ്വീകരിച്ചില്ല. എങ്കിലും ആ ബിഷപ്പിൻ്റെ സംസാരത്തിലൂടെ ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ മാനസാന്തരപ്പെടാൻ നിമിത്തമായി തീർന്നു. സ്നേഹമുള്ളവരെ, ബലിയുടെ ശക്തി കുറഞ്ഞിട്ടില്ല. ബലിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ വിശ്വാസത്തിനാണ് കുറവ് സംഭവിച്ചിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രത്തിലൊരു വാർത്ത വായിച്ചു. 2 വ്യക്തികളുടെ, സുനിത വില്യംസും ബുച്ച് വിൽമോർ എന്ന് പറയുന്ന 2 വ്യക്തികളുടെ, അവർ ബഹിരാകാശത്ത് നിന്നും തിരിച്ച് ഭൂമിയിൽ വരാൻ വേണ്ടി ഒരുങ്ങിയിരുന്നിട്ട് 9 മാസം ആ പേടകത്തിൻ്റെ പല തകരാറുകളും കാരണം പോരാൻ സാധിക്കാതെ അവിടെ കറങ്ങേണ്ടതായിട്ട് വന്നു. അവസാനം 9 മാസത്തിനോട് അടുത്തായപ്പോഴാണ് അവർ തിരിച്ച് ഭൂമിയിൽ വന്നത്. അന്ന് ഡോക്ടർമാരും അന്നത്തെ പഠനങ്ങളൊക്കെ പറഞ്ഞിരുന്നത് 6 മാസത്തോളം
ഇവർ കടുത്ത നിരീക്ഷണത്തിലായിരിക്കണം, യാത്രകൾ പാടില്ല, ഇവരെ ഓരോ ദിവസവും ഡോക്ടർമാർ പരിശോധിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്കറിയോ, 6-ാമത്തെ ദിവസം ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ആ മനുഷ്യൻ തൻ്റെ ഭാര്യയും മക്കളുമടക്കം ദേവാലയത്തിലേക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോയി. 6-ാമത്തെ ദിവസം ഞായറാഴ്ചയായിരുന്നു. കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് പോയി. സ്നേഹമുള്ളവരെ, ഇത് ബഹിരാകാശത്ത് വെച്ച് ഉണ്ടായ ഒരു വിശ്വാസ തീഷ്ണതയൊന്നുമല്ലത്. ബഹിരാകാശത്ത് വെച്ചുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണതയല്ല, മറിച്ച് തൻ്റെ കുടുംബത്തിലായിരുന്നപ്പോൾ തനിക്ക് കിട്ടിയ വിശ്വാസ പാരമ്പര്യമെന്നോ വിശ്വാസ പൈതൃകമെന്നോ എന്ന് വേണമെങ്കിലും പറയാം. തൻ്റെ കുടുംബത്തിൽ വെച്ച് കിട്ടിയ ആ വിശ്വാസ തീഷ്ണതയാണത്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ ചിന്തിക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ ഈ സ്കൂളൊക്കെ പൂട്ടിയിരിക്കുന്ന സമയം ഒത്തിരിയേറെ സമയം അവർക്ക് കളിക്കാനുണ്ട്. അവർ കളിക്കട്ടെ, അവർ കളിച്ചോട്ടെ. പക്ഷെ എന്നാലും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നമ്മളൊന്ന് നിർബന്ധിക്കണം. അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കരുത്. അവരെ എഴുന്നേൽപ്പിച്ച് അവരെ കുർബാനയ്ക്ക് വിടണം. കാരണം അത്രമാത്രം ശക്തമാണ് വിശുദ്ധ കുർബാന. ആ കുർബാനയില്ലാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ തള്ളിപ്പറഞ്ഞവൻ്റെയും ഒറ്റിക്കൊടുക്കുന്നവൻ്റെയും കൈകളിലേക്ക് മുറിച്ചു കൊടുക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, വിശുദ്ധരെ ജനിപ്പിക്കുന്നത് കുടുംബങ്ങളാണ്. ആ കുടുംബത്തിലെ വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്നാണ് വിശുദ്ധരായിട്ടുള്ള മക്കൾ പിന്നീട് വളർന്നു വരിക. ആ മാതാപിതാക്കൾ ഈ വിശുദ്ധ കുർബാന എന്ന വലിയ ശക്തി സ്വീകരിച്ച് തീഷ്ണതയോടുകൂടി ആ വിശുദ്ധ കുർബാന അനുഭവിച്ച് അവർക്ക് തങ്ങളുടെ മക്കളെ അതിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുടെ ശക്തി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എപ്പോഴും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.